ഹായ് ഹലോ, ഇറ്റ്സ് മീ ജുമാന. വെൽക്കം ടു ജുമി ഫൈസി വ്ളോഗ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ബംഗാരം സാൻഡ് ബാങ്കിൽ പോയ വിശേഷങ്ങളായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സ്നോർക്കലിംഗ് ചെയ്ത എക്സ്പീരിയൻസും പിന്നെ നമ്മൾ തിന്നക്കര ഐലൻഡ് ഇന്ന് വിസിറ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ നല്ല ഗുഡ് മെമ്മറീസാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതാ കാണാം, ഒരാളിവിടെ സ്നോർക്കലിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സ്കൂബ. നമ്മളിങ്ങനെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നിട്ട് മീനിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. മീൻ, കോറൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു സ്റ്റാർ ഫിഷിനെ നമ്മളെ കയ്യിലെടുത്ത് തന്നു. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വീഡിയോസ് ഇല്ല, ബട്ട് നമുക്ക് ശരിക്കും ഭയങ്കര നൈസായിട്ട് എല്ലാം കടലിൻ്റെ അടിയിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോർക്കലിംഗ്. പപ്പ സ്നോർക്കലിങ്ങിന് പോയ സമയത്ത് ഇവിടെ ഒരാൾ മീനിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. മീനിങ്ങനെ ബിസ്ക്കറ്റ് അതുപോലെ നുറുക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ മീൻ ഫുള്ള് നമ്മളെ ബോട്ടിന് ചുറ്റും ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. ഭയങ്കര പല കളറിലുള്ള മീനുകൾ ഫുള്ളായിട്ട് ഇങ്ങനെ ബോട്ടിന് ചുറ്റും വന്നിരുന്നു. സീ വാസ് വെരി എക്സൈറ്റഡ് വൈൽ സീയിങ് ദാറ്റ്. അപ്പോഴേക്കും ഇതാ ഇവിടെ ഒരാൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഫൈസ്ക്ക് എത്തിയപ്പോഴേക്കും പിന്നെ അടുത്തതായിട്ട് ഞാൻ സ്നോർക്കലിങ്ങിന് ഇറങ്ങാൻ വേണ്ടി റെഡി ആവായിരുന്നു. അപ്പോൾ സീക്ക് പേടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഫൈസ്ക്ക് അവളെ മാറ്റി നിർത്തി. അങ്ങനെ ഞാൻ സ്നോർക്കലിങ്ങിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞാനും ഇതേപോലെ മീനുകളൊക്കെ ഭയങ്കര അടുത്ത് നിന്ന് കണ്ടു. നമ്മൾ ആ കൈയിൻ്റെ അടുത്തേക്ക് വന്ന ഫുഡൊക്കെ ഇങ്ങനെ എടുത്തു പോവായിരുന്നു മീൻ. ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിന്നക്കര ഐലൻഡിലേക്ക് പോവായിരുന്നു. തിന്നക്കര ഐലൻഡിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ബീച്ചുകളിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഭയങ്കര കുറച്ചും കൂടെ രസമായിട്ട് തോന്നിയ ബീച്ചായിരുന്നു ഈ തിന്നക്കര ഐലൻഡിൽ ഉള്ള ബീച്ച്. നമ്മളവിടെ കുറേ നേരം ഇരുന്ന് ബീച്ചിൽ കളിക്കുകയുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താ സംഭവിച്ചാൽ, നമ്മൾ ഫുഡ് കഴിച്ചത് ബോട്ടിൽ നിന്നായിരുന്നു. നമ്മൾ ഡീപ് സീയിൽ ഇതേ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. നമ്മളെ ഗൈഡ് ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ബോട്ടിലിരുന്ന് കഴിച്ചു. അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിന്നക്കരയിലേക്ക് വരുമായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇതേപോലെ കുറേ മണലിൽ കളിച്ചു, അതുപോലെ വെള്ളത്തിൽ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യത്തിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈസ്ക്ക് രാവിലെ കുറേ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു മീൻ പിടിക്കുന്ന വിഷ്വൽസും കൂടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ പിടയ്ക്കുന്ന മീനിനെയും നേരിട്ട് കണ്ടു ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ് ഉണ്ടായത്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ലക്ഷദ്വീപിലെ ചെറിയ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.